ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നിത്യയോട് ചേർന്നിരിക്കുന്ന ആദിയാണ് കാണിക്കുന്നത്. ഈ കാഴ്ച കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജ്യോതിയും ദമയന്തിയും. തുടർന്ന് മനു ഹരിയോട് സംസാരിക്കുകയാണ്. ഹരിയോട് മനു നന്ദി പറയുമ്പോൾ ഹരി പറയുകയാണ്, എനിക്ക് നന്ദിയൊന്നും വേണ്ട മനു. പക്ഷേ ഒരു കുറ്റവും ചെയ്യാതെ നിങ്ങളെല്ലാവരും ഇത്രയും നേരം നിത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ലേ സംസാരിച്ചു കൊണ്ടിരുന്നത്. പറ്റുമെങ്കിൽ നിത്യയോടൊന്ന് സോറി പറയണം, അത്രമാത്രം ചെയ്താൽ മതി. ഇത് കേൾക്കുന്ന മനു അകത്തേക്ക് ചെല്ലുകയും നിത്യയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീണ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നതാണ്. നാലുപാടും ഉറ്റുനോക്കിക്കൊണ്ട് ഭയത്തോടെ ഇരിക്കുന്ന വീണയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. മനുവിന്റെ അച്ഛൻ പറയുകയാണ്, എന്താണെങ്കിലും നിത്യ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമല്ലോ, ഞങ്ങളും വീട്ടിലേക്ക് പോവുകയാണ്. ഞങ്ങൾ പോകുമ്പോൾ എന്താണെങ്കിലും മോനെയും കൂടെ കൊണ്ടുപോകും. അത് പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് കൊണ്ടുപോയ പോലെ, നിത്യ ഇപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഇരിക്കുകയല്ലേ എന്നൊക്കെ സുജാത പറയുമ്പോ ദമയന്തി പറയുകയാണ്, ഞങ്ങൾക്കിനി റിസ്ക് എടുക്കാൻ വയ്യ, ഞങ്ങൾ എന്താണെങ്കിലും മോനെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾക്ക് എന്താണെങ്കിലും മോനെ ഇന്ന് കൊണ്ടുപോകണമെന്ന് ജ്യോതിയും തീർത്ത് പറയുമ്പോൾ കുഞ്ഞിനെ ഇന്ന് കൊണ്ടുപോകണോ എന്ന് മനുവിനോട് രഘു ചോദിക്കുകയാണ്. തുടർന്ന് മനു പറയുകയാണ്, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ അത് തന്നെ ആൻറ്റി ശരി. ഇപ്പൊ കൊണ്ടുപോയാൽ ആദ്യയുടെ വിഷമം ഞങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ നിത്യേച്ചിക്കും സാധിക്കും. അപ്പോൾ അതല്ലേ നല്ലത്. പിന്നീട് കാണിക്കുന്നത് ഹരിയോട് നന്ദി പറയുന്ന നിത്യയാണ്. നിത്യയെ അവിടെ എല്ലാവരും സംസാരിക്കുന്നുണ്ട് ആദ്യയെ അവരുടെ ഒപ്പം കൊണ്ടുപോകുന്നതിനെ കുറിച്ച്. വേണമെങ്കിൽ ഞാൻ മനുവിനോട് സംസാരിക്കാമെന്ന് ഹരി പറയുമ്പോൾ അത് വേണ്ടെന്നും, അവർ കൊണ്ടുപോകുന്നെങ്കിൽ കൊണ്ടുപോകട്ടെ, ഇപ്പോൾ ഇവിടെ വെച്ചായത് നന്നായി, എനിക്കെന്തെങ്കിലും വന്നാലും ഇവിടെ തന്നെ ചികിത്സ തേടാലോ എന്ന് നിത്യ വിഷമത്തോടെ പറയുമ്പോൾ ആദ്യ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. നിത്യയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം ആദ്യ പറയുകയാണ്, നിത്യാമ്മേ അവിടെ എല്ലാവരും എന്നെ കൊണ്ടുപോകുന്ന കാര്യമാ പറയുന്നത്. നിത്യാമ്മയെ വിട്ടിട്ട് ഞാൻ എന്താണെങ്കിലും എവിടേക്കും പോകില്ല. മോനെ, നിത്യാമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതല്ലേ എന്ന് നിത്യ ചോദിക്കുമ്പോൾ നിത്യാമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ ഞാൻ എന്താണെങ്കിലും പോകില്ലെന്ന് ഷാഠ്യം പിടിക്കുകയാണ് ആദി. അതേസമയം എല്ലാവരും റൂമിന്റെ അകത്തേക്ക് കയറി വരികയാണ്. നിത്യേ, നീ തന്നെ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കണം, ഞങ്ങൾ എന്താണെങ്കിലും ആദ്യം ഇന്ന് കൊണ്ടുപോകുമെന്ന് തീർത്ത് പറയുകയാണ് ദമയന്തി. മോനെ, നിത്യമ്മ പറഞ്ഞതനുസരിക്കാമെന്ന് മോൻ വാക്ക് തന്നതല്ലേ. മോൻ അവരുടെ കൂടെ പോകാൻ നിത്യ പറയുമ്പോ ജ്യോതി എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്, എനിക്ക് നിത്യാമ്മയാ ഇഷ്ടം, നിത്യാമ്മയുടെ അടുത്തുനിന്ന് ഞാൻ പോകില്ലെന്ന് തീർത്ത് പറയുകയാണ് ആദി. തുടർന്ന് എല്ലാവരും ആദിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിത്യയുടെ അടുത്തുനിന്ന് പോകില്ലെന്ന് ആദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തുടർന്ന് ദമയന്തി ജ്യോതിയോട് ആദി എടുക്കാനായി പറയുമ്പോൾ ആദി ജ്യോതിയുടെ അടുത്തേക്ക് ചെല്ലുന്നില്ല. ഇത് കാണുന്ന ദമയന്തി ദേഷ്യത്തോടെ ആദിയെ എടുത്തുകൊണ്ട് റൂമിന്റെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ ദമയന്തിക്ക് പിന്നാലെ തന്നെ എല്ലാവരും പോകുമ്പോൾ മനു പറയുകയാണ്, നിത്യച്ചി ക്ഷമിക്കണം, ഇനി ഞങ്ങള് അവനെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് മനുവും അവിടെ നിന്ന് പോകുമ്പോൾ ആദിയെക്കുറിച്ചോർത്ത് പൊട്ടിക്കരയുകയാണ് നിത്യ. പിന്നീട് കാണിക്കുന്നത് ജ്യോതിയുടെ വീടാണ്. ജ്യോതി ആദിയെ ആഹാരം കഴിക്കാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ടെന്നും എനിക്ക് നിത്യാമ്മയുടെ അടുത്ത് പോകണമെന്നും നിർബന്ധം പിടിക്കുകയാണ് ആദി. അതേസമയം മനുവും ആദിയോട് ആഹാരം കഴിക്കാനായി പറയുന്നുണ്ടെങ്കിലും നിത്യയുടെ അടുത്തേക്ക് പോകണമെന്ന് തന്നെ വാശിയോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.